യൂഷ്വലി പുതിയൊരു ആക്ടറിനെ വെച്ചിട്ട് ഒരു സൂപ്പർമാൻ സിനിമ വരുന്ന സമയത്ത് ആ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒറിജിൻ മൂവി എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതായത് ആ ഒരു ക്ലാർക്ക് കെന്റ് എന്ന് പറയുന്ന ക്യാരക്ടർ സൂപ്പർമാൻ ആവുന്ന ഒരു എവല്യൂഷൻ ആയിരിക്കും സിനിമയിൽ കാണിക്കാറുള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്ന DCയുടെ ഏറ്റവും പുതിയ സൂപ്പർമാനിൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഇതിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള ജെയിംസ് ഗണ്ണ് പറയുന്നത്. ജെയിംസ് ഗണ്ണ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന സൂപ്പർമാനിൽ ആ ഒരു വേൾഡിൽ സൂപ്പർമാൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലൂയിസ് ലെയിനും ക്ലാർക്ക് കെന്റും തമ്മിൽ അറിയാം, അവർ പരസ്പരം അറിയാം. അങ്ങനെയായിരിക്കും ഒരു സ്റ്റോറി പോകുന്നത്. അതേപോലെ ലക്സ് ലൂതറിനും ആ ഒരു എനിമി എന്നുള്ള രീതിയിലാണ് സൂപ്പർമാനെ കാണുന്നത്. അപ്പോൾ അതായത് സൂപ്പർമാനെ ഹേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ അവർ തമ്മിൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ജെയിംസ് ഗണ്ണ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് കുറേ ക്യാമിയോ റോളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമ DCയുടെ ഒരു ഫ്യൂച്ചർ, അതായത് ഒരുപാട് റെഫറൻസുകളോ അല്ലെങ്കിൽ DCയുടെ ഫ്യൂച്ചറിനെ ഒന്നും ബാധിക്കില്ല എന്നൊക്കെയാണ് ജെയിംസ് ഗണ്ണ് പറയുന്നത്. പുള്ളി എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയില്ല. അതായത് ഈ സിനിമയിൽ വരുന്ന ക്യാരക്ടേഴ്സിനൊന്നും അങ്ങനെ അടുത്ത സിനിമയിൽ അങ്ങനെ റോളുണ്ട് എന്നുള്ള രീതിയിലൊന്നും അല്ല ജെയിംസ് ഗണ്ണ് പറയുന്നത്. ഇനി എന്ത് ആണ് പുള്ളി പ്ലാൻ ചെയ്യുന്നത് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ അടുത്ത ദിവസം തന്നെ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ട്രെയിലർ റിലീസ് ആവുന്നതിന് മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആണിത്.